ഹായ്, റാം ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇന്നിപ്പം സേമിയ വെക്കണമെന്നും കഴിക്കണമെന്നൊക്കെ ഒരു കൊതി തോന്നിയപ്പോൾ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പം ആദ്യമേ നമ്മൾ ചൗവരിയാണ് വെന്ത് വെക്കുന്നത്. അതാകുമ്പം ഇത്തിരി വേവാൻ ഇച്ചിരി താമസമാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അതങ്ങ് അടുപ്പിലങ്ങ് വെച്ചു. അണ്ണനാണ് ഉണ്ടാക്കുന്നത്, അപ്പം ഞാനിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ചൗവരി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ചൗവരി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലും വലിയൊരു പണിയാണ് നമ്മൾ ഈ സേമിയ നുറുക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിപ്പം ഇങ്ങനെ നീളത്തിലുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതവരപ്പനും മോളും കൂടെ ചേർന്നിട്ട് ഒടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ പായസം കുടിക്കണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കല്യാണത്തിനൊക്കെ പോകണം അല്ലേ പായസം കുടിക്കാനായിട്ട്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല, എപ്പോൾ തോന്നുന്നു അപ്പോൾ തന്നെ വെക്കും. അപ്പോൾ ഇതാ ഇതെല്ലാം ഒടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. അതായത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, മുഴുവനും ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോ ഇല്ല, ഒരു 350 ഗ്രാം വെച്ചിട്ട് ഒരു 3 പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഒരുപാട് തീയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതാ മൂത്ത് വരുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട പാല് വേണമായിരുന്നു. ഇതാ അപ്പോൾ പാല് നമ്മൾ വേറെ ഗ്യാസിലോട്ട് വെക്കാനായിട്ട് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് കാച്ചി വെക്കണം. അതാകുമ്പോൾ എളുപ്പമാണ്, ജോലി എളുപ്പമായിരിക്കും നമുക്ക് കാച്ചി വെക്കുകയാണെങ്കിലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ വേണ്ടുന്നത് നമുക്ക് ഇതിന് ചേർക്കാനുള്ള ഏലക്കായൊക്കെ എടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ആയോന്നൊന്നും കൂടെ നോക്കാം കേട്ടോ. അതാ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ നമുക്ക് കോരി മാറ്റണം, നല്ല ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കിന്. പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചീഞ്ചട്ടിയല്ല ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂട് പാലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തിളച്ച് പൊന്തി വന്നിട്ടില്ല, തിളയ്ക്കാറായ പാലായിരുന്നു. അപ്പോൾ പിന്നെ എളുപ്പമായി. പാലൊഴിച്ചിട്ട് അതിലേക്ക് വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. നമ്മൾ അടപ്രഥമൻ്റെ കൂട്ടൊന്നും അധികം ഒരുപാട് ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ, കുറച്ച് പഞ്ചസാര. ഇതിപ്പം കുറച്ചേ പഞ്ചസാര ചേർത്തുള്ളൂ. പിന്നെ ഇതാ ഭക്ഷണയില, ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ചിലരിടും ഭക്ഷണയില, പിന്നെ ഇടാത്തവരും ഉണ്ട്. അപ്പോൾ ഇതാ മൂത്ത് വെച്ച സേമിയ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. പഞ്ചസാര കുറച്ചിട്ടെന്ന് വെച്ചാലേ നമ്മൾ ഏലക്കയുടെ കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. നമ്മൾ തേങ്ങക്കുത്തി ചേർക്കുന്നുണ്ട്, അതിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ കൊത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിൽ നെയ്യ് ഒഴിച്ചിട്ടാണ്, നെയ്യിലാണ് നമ്മളിതെല്ലാം വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഷുഗറൊക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ അല്ലേ പായസമൊക്കെ കുടിയൊക്കെ കുറവാണ്, പ്രത്യേകിച്ചും സേമിയൊക്കെ. ഷുഗറില്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങക്കൊത്ത് മുഴുവൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടിയും കിസ്മിസും കൂടെ നമ്മൾ അതും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഇതെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് 2 പേരും അവിടെ നിന്നൊക്കെ വാരിക്കൊണ്ട് പോയി കേട്ടോ. അങ്ങനെയാണല്ലോ, കശുവണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് 2 ആളും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മിച്ചം വന്നൊക്കെയാണിത്. അപ്പോൾ ഇതൊന്ന് മൂത്തെടുക്കാം. ഇതിപ്പം നമ്മൾ കിസ്മിസും രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതൊരു ചെറിയൊരു ചുമക്കയാകുമ്പോഴത്തേക്കിന് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ഒരുപോലെ അങ്ങ് ആയിക്കോളൂ. കണ്ടില്ലേ, ഇനിയിപ്പം 2 പേരും കൂടെ ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടും. 2 ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങക്കൊത്തും അങ്ങനെ തന്നെ ഇടാവുന്നതാണ്. പിന്നെ അത്രയും തേങ്ങക്കൊത്തുള്ളതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ആക്കിയത്. ഇത് 2 പേരും കൂടെ ഒരുപോലെ കിടന്ന് മൂത്ത് കിട്ടും. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് ചേർക്കാനാണ്. അപ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇതാ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ ഇത് കൈ എടുക്കാനേ വെള്ളടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കിനി പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പായസത്തിന് ഉപ്പ് ചേർക്കണമല്ലോ, ഒരു നുള്ളു നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട്. വീഡിയോ കിട്ടിയോ എന്തോന്ന് അറിയത്തില്ല, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് അങ്ങ് കുറുകിപ്പോയി, കാരണം പാലൊഴിച്ചപ്പം കുറച്ചും കൂടെ വെള്ളം വേണമായിരുന്നു. ചൗരി ആകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നമ്മൾ പായസം അങ്ങ് കുറുകുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് താത്ത് വെച്ചിട്ട് വേണം നമ്മൾ വറവെല്ലാം കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിങ്ങയും എല്ലാം കൂടെ വറുത്ത് വെച്ച് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാനായിട്ടുള്ള. അപ്പോൾ അതാ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നെയ്യുടെയും ഏലക്കയുടെയും ഒക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. മധുരമൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. തേങ്ങാക്കൊത്തും കൂടെ ആയപ്പോഴത്തേക്കിന് ചിലർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ. കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ പായസം കുടിക്കുമ്പോൾ അവർക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര കുറവാണ്. കശുവണ്ടി ആണെങ്കിൽ അവർക്ക് കഴിച്ചോളും. ഇവിടെ അങ്ങനെയാണ്, രണ്ടുപേർക്കും തേങ്ങാക്കൊത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതാ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പായസമാണ് സേമിയ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബർത്ത്ഡേ ഒക്കെ വരുമ്പം പായസം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം.